So in this session we will discuss about the projection of points. നമ്മൾ ഇതുവരെ പഠിച്ച ഫണ്ടമെന്റൽ ആസ്പെക്ട്സിൽ നിന്ന് മാറി അതെല്ലാം നമുക്ക് ആവശ്യമാണ്. സോ ഇന്ന് മുതൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ we will discuss about the projection of points. ഒരു പോയിന്റിനെ എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിക്കുന്നത്. So in the last class, in the previous classes we discussed about the quadrants. We discussed in detail about the first and third quadrant projection, and we talked about the front view, top view concepts. Right now, we will start from the very basic concepts, and one by one we will add up and we will learn the remaining topics. So ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഇനി അങ്ങോട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഒന്നും നമ്മൾ വെറുതെ പഠിച്ചിട്ടില്ല, ഒന്നും നമ്മൾ എക്സസ് ആയിട്ട് പഠിച്ചിട്ടില്ല. So whatever we have learned has to be used in almost all the topics that we are going to discuss from now onwards. Okay. So point, എന്താണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്? ഒരു ചെറിയൊരു, നമുക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഈ യെല്ലോ അല്ലെങ്കിൽ നമ്മളൊരു സർക്കുലർ ഡോട്ട് ആയിട്ടാണ് സാധാരണ ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ആക്ച്വൽ ഷേപ്പ് എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. എനിവേ പോയിന്റ് നമ്മൾ കൺവെൻഷണൽ യൂസ് ചെയ്യുന്ന ഒരു പോയിന്റ്. സോ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ് നിങ്ങളുടെ സിലബസിലില്ല, ബട്ട് സ്റ്റിൽ അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ബേസിക് ആസ്പെക്ട്സുകൾ വെച്ചിട്ടാണ് നമുക്ക് ലൈൻസും സോളിഡ്സും ഒക്കെ നമുക്ക് മുന്നോട്ട് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ നൗ ലെറ്റ് us move into the discussion. Okay, so നമ്മളുടെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ of lines or planes or solids, or when we are going to sketch some figures, what all things has to be kept in our mind? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് നോക്കണം? That's the first question. So initially you should be aware about the object. What object you are dealing with, whether you are dealing with a point, whether you are dealing with a line or a solid or a section or a development. What is the thing that you are going to draw? അതിന്റെ എല്ലാ ഡിസ്ക്രിപ്ഷൻസും ഉണ്ടാവും. അത് എവിടെ ലൈ ചെയ്യുന്നു എങ്ങനെ എന്നുള്ള കാര്യങ്ങളെല്ലാം. Okay, now second one is the observer, which is none other than us. ഞാൻ അല്ല നിങ്ങൾ എന്ന് പറയുന്ന ആളാണ് ഒബ്സർവർ. അപ്പം ആ ഒബ്സർവർ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ ഇവിടെ പറയുന്നു. ഒരു കാറിനെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി നോക്കുമ്പോൾ കാണുന്ന പല വ്യൂ ആണ് അല്ലേ? നമ്മളിപ്പം ഒരാളെ നോക്കുമ്പോൾ പോലും എന്താണ്, മുമ്പിൽ നിന്ന് നോക്കുന്ന പോലെ അല്ല സൈഡിൽ നിന്ന് നോക്കുന്നത്. സോ നമ്മൾ ഒബ്സർവറുടെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? നമ്മൾക്ക് കിട്ടുന്ന വ്യൂ മാറിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് ഗ്രാഫിക്സിലും സംഭവിക്കുന്നത്. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലും എന്താണ്, സെയിം തിങ്, അല്ല പുതുതായിട്ടൊന്നുമില്ല. സോ ഓൾവേസ് റിലേറ്റ് ഇറ്റ് വിത്ത് ഹ്യൂമൻ ഐസ്. ഓക്കെ, നമ്മുടെ കണ്ണുകളിലേക്ക് റിലേറ്റ് ചെയ്യുക സാധനത്തിനെ, നമ്മൾ കാണുന്നതുമായിട്ട് റിലേറ്റ് ചെയ്യുക, അതാണ് ഏറ്റവും എളുപ്പം. അല്ല ഇത് വേറെന്തോ ഒരു സാധനമാണെന്നൊന്നും നമ്മൾ ഓർക്കണ്ട. ഇറ്റ്സ് എ വെരി സിമ്പിൾ ആസ്പെക്ട്. ഓക്കെ, സോ റിലേറ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ്. സോ ഒബ്സർവർ, നമ്മുടെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തേർഡ് പാർട്ട്, ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഹൗ ദ ഒബ്ജക്റ്റ് ഈസ് ബീങ് പ്ലേസ്ഡ്. നമ്മളുടെ ഒബ്ജക്റ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എങ്ങനെ ഇരിക്കുന്നു, അത് ചെരിഞ്ഞാണോ നേരെയാണോ, whether it is standing erect or it is inclined or declined or it is on HP or on VP, എന്താണ് ഇതിന്റെ കണ്ടീഷൻ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. റൈറ്റ്. സോ ലാസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞ ക്വാഡ്രന്റ് സിസ്റ്റത്തിലേക്ക് ഞാൻ വീണ്ടും പോവാം. സോ വാട്ട് എവർ മൈറ്റ് ബി ദ ഒബ്ജക്ട്, whatever might be the location of the object, or whatever might be the location of observer, ഈ മൂന്ന് കാര്യങ്ങളും, all these three things are described or detailed with related to some reference plane. നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഒബ്ജക്റ്റിനെ പറ്റി പറയണമെങ്കിലും ഒബ്സർവറെ പറ്റി പറയണമെങ്കിലും ലൊക്കേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ദി ഓറിയന്റേഷൻ പറയണം എന്നുണ്ടെങ്കിലും ഒരു റെഫറൻസ് പ്ലെയിനിനെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആ റെഫറൻസ് പ്ലെയിനിനെ പറ്റി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. എന്താണ് VP, HP, പ്രൊഫൈൽ പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞു പോകും. അതോടൊപ്പം തന്നെ VP, HP എന്ന് പറഞ്ഞാലും പൂർണ്ണമായ അർത്ഥം വരുന്നില്ല. ദ മീനിങ് ഈസ് നോട്ട് കംപ്ലീറ്റ്. ഇഫ് യു വോണ്ട് ടു ഗെറ്റ് എ കംപ്ലീറ്റ് മീനിങ് വി ഹാവ് ടു ഡിഫൈൻ ക്വാഡ്രൻസ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തായിരുന്നു. എന്താ 4 ക്വാഡ്രൻസ്, റൈറ്റ്? ഫസ്റ്റ് ക്വാഡ്രന്റ്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദിസ് പർട്ടിക്കുലർ ഫിഗർ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വാഡ്രന്റ്, this is the second quadrant, and right below this we have the third quadrant, and right in front of this we have the fourth quadrant. Now the question is, how can we identify this quadrant? എങ്ങനെ ഇതിനെ ഐഡന്റിഫൈ ചെയ്യാം?
സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റും തേർഡ് ക്വാഡ്രന്റും ഒബ്ജക്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് പ്ലേസ് എങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എന്നൊക്കെ പറഞ്ഞു അല്ലേ. പക്ഷെ സിമ്പിൾ ആയിട്ട് ചോദിക്കുവാണ്, എങ്ങനെയാണ് നമുക്കൊരു ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണോ സെക്കൻഡ് ക്വാഡ്രന്റിലാണോ തേർഡിലാണോ ഫോർത്തിലാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നൊരു ചോദ്യമാണ്. ആൻഡ് ആൻസർ വളരെ സിമ്പിൾ ആണ്, അത് ക്വസ്റ്റ്യനിൽ തരണം. It has to be given in the question. Okay. Now the another question is how or what is the statements that they are going to give you to identify the quadrant. So ഒരു quadrant എന്നതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്ത് പറയും, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, above HP in front of VP എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ that means it is in the first quadrant. You look here, this is the vertical plane, right? This is the horizontal plane. So when an object is placed above the horizontal plane and in front of VP, it is in the first quadrant. Now, if it is above HP and behind VP, observer is still here, behind the VP, then that is in the second quadrant. Now, if it is below HP and behind VP, it is in the third quadrant. And finally, below HP in front of VP. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എങ്ങനെ പറയാൻ പറ്റുന്നത്? എ പോയിന്റ് ഈസ് 10 mm in front of VP and above HP, first quadrant. A point is 15 mm above HP, 20 mm behind VP, second quadrant. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ സം കീവേഡ്സ് ദാറ്റ് യു ഷുഡ് കീപ് ഇൻ യുവർ മൈൻഡ് ടു ഐഡന്റിഫൈ ദി ക്വാഡ്രന്റ്സ്. ഓക്കെ, നമ്മളുടെ മുൻപോട്ടുള്ള ക്ലാസ്സിൽ ലൈൻസിൽ നമുക്കിത് കുറച്ച് ഹെൽപ്ഫുൾ ആണ്. ചില കാര്യങ്ങൾ നമുക്ക് ഡിഫറെൻറ്റ് ക്വാഡ്രൻസുകളിലുള്ള ലൈൻസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാനുണ്ട്. ബട്ട് നമ്മൾ അതിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ തന്നെ, അതായത് സോളിഡ്സിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമേ സ്റ്റഡി ചെയ്യുന്നുള്ളൂ. സോ ഒത്തിരി നിങ്ങൾ ബോദർ ചെയ്യേണ്ട, പക്ഷേ യു ഷുഡ് നോ ദി ബേസിക് ഫണ്ടമെന്റൽസ്. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച എന്താണ്, ഒബ്ജക്റ്റുകൾ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കിട്ടുന്നത് എന്ന് പഠിച്ചത്. ഇപ്പൊ പറഞ്ഞ എന്താണ്, ഇവിടെ പറഞ്ഞത് ഈ ക്വാഡ്രന്റുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. എ പോയിന്റ് എ ഈസ് 10 mm below HP and 20 mm in front of VP means it is in the fourth quadrant, right? ഇനി ഫോർത്ത് ക്വാഡ്രന്റിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഒബ്റ്റെയിൻ ചെയ്യുക, HP റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, വ്യൂ വരയ്ക്കുന്നതാണ് ഇന്നലെ പറഞ്ഞത്. ഓക്കെ, മൂവിങ് ഫോർവേഡ്, യു ലുക്ക് ഹിയർ, this is the vertical plane. നമ്മളുടെ ഈ പ്ലെയിൻസ് എല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. സോ all these planes are transparent. So this is the first quadrant, second, third and fourth quadrant. Now this is the location of observer. He is not going to change. So always the front view will be in the VP. Even if the object is in the first quadrant or even if it is in the third or fourth quadrant, observer will look from the same side and the front view will be obtained on VP. It can be here or it can be here. Anyway, this is the XY line, right? So the top view will always be related to HP. That also we have discussed. HP ലായിരിക്കും എപ്പോഴും ടോപ്പ് വ്യൂ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അത് ഇവിടെ ആകാം, ഇവിടെയും ആകാം, ടോപ്പ് വ്യൂ ഇവിടെ ആകാം, ഫ്രണ്ട് വ്യൂ ഇവിടെ ആകാം, ബേസ്ഡ് അപ്പോൺ ദി ക്വാഡ്രന്റ്, റൈറ്റ്? നമ്മുടെ സൈഡ് വ്യൂ നോക്കുന്നത് എന്താണ്, നമ്മൾ ഇതിനെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഡയറക്ഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് ഇതിനെ ഇങ്ങനെ ഒരു 4 സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, XY ലൈൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും, ഒരു പോയിന്റ് ആയിരിക്കും, റൈറ്റ്? ദാറ്റ് പോയിന്റ് ഈസ് ഗിവൺ ഹിയർ. Now VP here, HP here, that is the observer, first quadrant, second quadrant, third and fourth quadrant, right? So ഇങ്ങനെയാണ് നമ്മൾ ക്വാഡ്രന്റ്സിനെ പറ്റി പറയുന്നത്. ഇനിയും നമ്മൾ ഇത്രയും നേരം വ്യൂ, ഫ്രണ്ട് വ്യൂ, we have discussed only about front view, where it is obtained, it is in VP. Top view, where can we obtain the top view or where it is being projected. Front view എവിടെയാണ് പ്രൊജക്ട് ചെയ്യുന്നത്, VP. Top view എവിടെയാണ് പ്രൊജക്ട് ചെയ്യുന്നത്, HP. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. Now നമുക്കിവിടെ അടുത്ത് വേണ്ടത് നോമൻക്ലേച്ചർ പഠിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു സ്റ്റാൻഡേർഡ് മെത്തേഡ്സ് വി ഹാവ് ടു ഫോളോ. സോ വാട്ട് ആർ ദ സ്റ്റാൻഡേർഡ്സ് വി ഹാവ് ടു ഫോളോ എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇതാണ് ടോപ്പ് വ്യൂ എന്ന് പറയുന്ന ഒരു ടോപ്പ് വ്യൂ എടുത്താൽ, ഇഫ് ഇറ്റ് ഇസ് ടോപ്പ് വ്യൂ ഓഫ് എ ലൈൻ ഓർ എ സോളിഡ് ഓർ എന്ത് തന്നെ ആയിക്കോട്ടെ, ഇഫ് യു കൺസിഡർ എ ടോപ്പ് വ്യൂസ് ആർ ജനറലി റെപ്രസെന്റഡ് യൂസിങ് lowercase letters. It can be alphabets or it can be numbers. Numbers ഞാൻ കൊടുത്തിട്ടില്ല, ഇങ്ങനെ 1 എന്നാകാം. I will do one thing. It can be a, 1, ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, ലൈൻ ആണെങ്കിൽ എന്തായിരിക്കും അത്,
ഒരു ലൈനെ റെപ്രസെന്റ് ചെയ്യാൻ AB എന്നോ അല്ലെങ്കിൽ നമുക്ക് 1, 1, 2 എന്നോ അങ്ങനെ എന്ത് വേണ്ട റെപ്രസെന്റ് ചെയ്യാം. അപ്പം ഒരു കാര്യം ഓർക്കേണ്ടത് ലോവർ കേസ് ആണ്. യു ക്യാൻ യൂസ് ആൽഫബറ്റ്സ് ഓർ നമ്പേഴ്സ്, ബട്ട് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ജനറലി ബീങ് യൂസ്ഡ് ഫോർ ദി റെപ്രസെന്റ് ദി ടോപ്പ് വ്യൂ. അതാണ് ഇമ്പോർട്ടൻറ്റ്, റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒന്നിൽ കൂടുതൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ എന്താണ്, 2 പോയിന്റുകൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിന് പേര് കൊടുത്തേ പറ്റൂ. ആ പേരിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താണ്, ടോപ്പ് വ്യൂ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് ABCDPQR അങ്ങനെ അല്ലെങ്കിൽ 1, 2 എന്നുള്ള പേരിലൊക്കെ ആയിരിക്കും നമ്മൾ. അപ്പോൾ പോയിന്റ്സ് ഡിഫൈൻ ചെയ്തിട്ട് ഓരോ പോയിന്റുകൾക്ക് നമ്മൾ പേര് കൊടുക്കുന്നു. ഇപ്പോൾ ലൈൻ നമ്മൾ എടുത്താൽ സംഭവിക്കും. ഇപ്പോൾ ലൈൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ലൈനിന് 2 എൻഡ് പോയിന്റ്സ് ഉണ്ട് അല്ലേ. ഒരു എൻഡിനെ A എന്നും മറ്റേ എൻഡിനെ B എന്നും വിളിക്കും. ലൈനിന്റെ ഒറിജിനൽ നെയിംസ് നമ്മൾ ക്യാപിറ്റലിൽ റെപ്രസെന്റ് ചെയ്യുന്നു. പക്ഷെ അത് ഫ്രണ്ട് വ്യൂയിലേക്ക് വരുമ്പോൾ എന്താണ്, ഫ്രണ്ട് വ്യൂയിലേക്ക് വരുമ്പോഴത്തേക്ക് ടോപ്പ് വ്യൂയിലേക്ക് വരുമ്പോൾ എന്താണ്, ടോപ്പ് വ്യൂ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ടോപ്പ് വ്യൂയിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും, അതിന്റെ പേര് ഈ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേര് സ്മോൾ എ എന്നും ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേര് സ്മോൾ ബി എന്നും ആയിരിക്കും. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, നൗ വാട്ട് അബൌട്ട് ദി ഫ്രണ്ട് വ്യൂ? അതിന്റെ ഫ്രണ്ട് വ്യൂ എന്താണ്? അതായത് ഇപ്പം എ എന്ന് പറയുന്നതിന്റെ ടോപ്പ് വ്യൂ ആണ് ഇപ്പോൾ എഴുതിയേക്കുന്നത്. അങ്ങനെയാണ് ഈ എക്ക് ഒരു ഫ്രണ്ട് വ്യൂ ഉണ്ടല്ലോ ഇവിടെ, അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഡാഷോട് കൂടിയായിരിക്കും കേട്ടോ, വിത്ത് എ ഡാഷ് സിമ്പൽ. റൈറ്റ് അബൌട്ട് ദി letter you have to put a dash that represents the corresponding front view. Suppose അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് A dash എന്ന് വിളിക്കാം. ഇത് B ആണെങ്കിൽ ഇതെന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി ഇത് B dash ആയിരിക്കും, അല്ലെ 1 dash 2 dash. അപ്പം നിങ്ങൾക്കൊരു പേര് നോക്കിയാൽ തന്നെ മനസ്സിലാവും. So the names itself states what type of view it is. Suppose if you have a figure and the names are like A dash, B dash, C dash, 1 dash, 2 dash like that, it represents the front view. If it shows the name as A, B, C, P, Q, M, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ്, അത് ടോപ്പ് വ്യൂ. സോ പേരുകളിൽ നിന്ന് തന്നെ നമുക്ക് ഏത് വ്യൂവിനെ പറ്റിയാണ് ആ ഒരു ടെക്നിക്കൽ ഡ്രോയിങ് സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള നോമൻക്ലേച്ചർ. പിന്നെ സൈഡ് വ്യൂസ് വരുമ്പോഴത്തേക്കും ഡബിൾ ഡാഷ് യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. A ഡബിൾ ഡാഷ്, B ഡബിൾ ഡാഷ്, 1 ഡബിൾ ഡാഷ്, 2 ഡബിൾ ഡാഷ് അങ്ങനെ. സോ ഇതൊരു സ്റ്റാൻഡേർഡ് നോമൻക്ലേച്ചർ ആണ്. സോ ഫ്രം ഹിയർ ഓൺവേർഡ്സ് നമ്മൾ എല്ലാത്തിനും പേര് കൊടുക്കും. We are going to give names for every point. Okay, and those names will follow these kind of standards. Okay, അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കുന്നത് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ഇങ്ങനെ എന്താണ്, എന്ത് പേരിലാണ്, എങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്, നെയിം ചെയ്യുന്നത് എങ്ങനെയാണ്. സോ ഇനി അങ്ങോട്ട് ഡെഫിനറ്റ്ലി our drawings will have names and those names will be based on this particular standard. Is it clear? Okay. Now the question is how will we draw? അപ്പോൾ നമ്മൾ പറഞ്ഞ ക്വാഡ്രന്റ് പേരും പറഞ്ഞു. ഇനി നമുക്കൊരു പോയിന്റിനെ ഡിസ്ക്രൈബ് ചെയ്യാം. റൈറ്റ്, എ പോയിന്റ് ഇൻ എ ഫസ്റ്റ് ക്വാഡ്രന്റ്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എ പോയിന്റ്. ഒരു പോയിന്റ് എന്ന് ചെറിയൊരു പോയിന്റ്. യു കൺസെപ്റ്റ് ടു ടേക്ക് എ സ്മോൾ ബോൾ. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഇരിക്കുന്നത്. യു ഇമാജിൻ ദാറ്റ് യു ആർ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. യു മൈറ്റ് ബി ഇൻ യുവർ റൂം, റൈറ്റ്? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റൂമിലാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ബോളിനെ നിങ്ങളുടെ തൊട്ട് മുമ്പിൽ പ്ലേസ് ചെയ്യുന്നു. സോ നിങ്ങളുടെ ഫ്രണ്ടിലുള്ള വോൾ എന്താണ്, ദാറ്റ് റെപ്രസെന്റ്സ് ദി വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് യു ആർ റൈറ്റ് നൗ സിറ്റിംഗ് ഓൺ ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ ഏറ്റവും എളുപ്പമാണ്, നിങ്ങൾ അവിടെ തന്നെ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. യു ഹാവ് എ പോയിന്റ് ഹിയർ, റൈറ്റ്? അപ്പോൾ നോക്കിയ പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് നോക്കുക, വി പിയിൽ നിന്നും ഇത്ര ഡിസ്റ്റൻസ് മാറിയാണ് നിൽക്കുന്നത്, എച്ച് പിയിൽ നിന്നും ഇത്രയും ഡിസ്റ്റൻസ് മാറിയാണ് നിൽക്കുന്നത്, റൈറ്റ്? അതാണ് അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ. നിങ്ങൾ നോക്കിയേ, ആ പോയിന്റിന്റെ പേരാണ് ക്യാപിറ്റൽ. സോ ഒബ്സർവർ നോക്കുന്നു. ഒബ്സർവർ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു, ഇതുണ്ടോ? ഒബ്സർവർ നോക്കിയപ്പോഴത്തേക്കിന് നമുക്ക് ഒരു ലൈൻ പോകുന്നുണ്ട്. അതാണ് പ്രൊജക്ഷൻ ലൈൻ എന്ന് പറയുന്ന സാധനം. നമ്മൾ ഇതിനെ എ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു പോയിന്റ് കിട്ടി. സോ വാട്ട് വിൽ ബി ദ നെയിം ഓഫ് ദാറ്റ് പോയിന്റ്? Definitely yes, it is A dash. അത് ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് that is A dash. Now ടോപ്പിൽ നോക്കുന്നു, ഒരു പ്രൊജക്ഷൻ ലൈൻ വന്നു. We have got another point. What will the name, corresponding name? That is going to be A. Right? The name of the point is going to be A. And what is the principle that we have learned yesterday? Rotate the HP 90 degree clockwise. ഇതല്ലേ പറഞ്ഞത്? ഇതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഈ പോയിന്റിനെ താഴേക്ക് റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ നമ്മളുടെ XY ലൈൻ ഇവിടെ നിൽപ്പുണ്ടെങ്കിൽ എന്തായിരിക്കും, ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന സാധനം XY ലൈനിന്റെ മുകളിലും ടോപ്പ് വ്യൂ ആയിരിക്കും താഴെയുമായിരിക്കും.
Now let's go for the second quadrant, right? You have an object there, right? The name is A. അതിൻ്റെ പ്രൊജക്ഷൻ ലൈൻ വി പിയിലേക്ക് എടുത്ത് നോക്കുന്ന ഇവിടുന്ന് തന്നെ കേട്ടോ, ഒബ്സർവർ ഇവിടുന്ന് തന്നെ നോക്കുന്നത്, മാറ്റമൊന്നുമില്ല. വി പിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് അതിൻ്റെ പേര് എ ഡാഷ്. എച്ച് പിയിലേക്ക് കിട്ടി, ആ പോയിന്റിൻ്റെ പേര് എന്താണ്? ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ആ പോയിന്റ് എന്താണ്? എ ആണ്. അതിനെ ഞാൻ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഇവിടെ കിട്ടി, അതിൻ്റെ പേര് എ. തേർഡ് ക്വാഡ്രന്റ് എടുത്തു, എന്താണ്? എച്ച് പി വി പി, പോയിന്റ് ഉണ്ട് അവിടെ, നമ്മൾ ഒബ്സർവർ നോക്കി പ്രൊജക്ഷൻ കിട്ടി, അതിൻ്റെ പേരെന്തായിരിക്കും? ഫ്രണ്ട് വ്യൂ ആയത് കാരണം എ ഡാഷ്, ടോപ്പ് വ്യൂ ആയത് കാരണം എ. അടുത്തെന്ത് ചെയ്തു? എച്ച് പി യെ വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് ക്ലോക്ക് വൈസ്, അല്ലെ എല്ലാം ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. സോ യു ഗോട്ട് ദ പോയിന്റ് as എ. ആൻഡ് ഫൈനലി ഇൻ ദ ഫോർത്ത് ക്വാഡ്രന്റ് യു ഹാവ് എ പോയിന്റ് ആൻഡ് നൗ യു ഗോട്ട് ദി എ ഡാഷ് ആൻഡ് എ. ഇങ്ങനെയാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾസ്. ഓക്കെ, നൗ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ മനസ്സിലാക്കാം, ഏത് ക്വാഡ്രന്റിൽ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ആൻസർ വളരെ സിമ്പിളാണ്. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ക്വാഡ്രന്റ് പ്രൊജക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും? ഇത് നമ്മുടെ എക്സ് വൈ ലൈൻ ആണെങ്കിൽ ഈ എക്സ് വൈ ലൈനിന്റെ ഇവിടെ മുകളിലായിരിക്കും ഫ്രണ്ട് വ്യൂ വരുന്നത്, താഴെയായിരിക്കും ടോപ്പ് വ്യൂ വരുന്നത്, റൈറ്റ്? സോ നിങ്ങൾക്ക് കൺസെപ്റ്റോ റൊട്ടേഷൻ പ്രിൻസിപ്പിളോ എച്ച് പി റൊട്ടേറ്റ് ചെയ്യണോ വി പി റൊട്ടേറ്റ് ചെയ്യണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോക്കോട്ടെ, നോ ഇഷ്യൂ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. യു ജസ്റ്റ് റിമെമ്പർ ദിസ് particular slide. If it is a first quadrant projection, you are supposed to draw the front view on the above the XY line and top view below the reference line. Now you look here, that is the first quadrant. Front view is above and top view is below. Now you go for the second quadrant. I think I have asked you to solve something in the previous class, right? Second quadrant എന്ത് സംഭവിക്കും? നിങ്ങൾ നോക്കുക, ഇത് നിങ്ങളുടെ ഫ്രണ്ട് വ്യൂ, ഇത് നിങ്ങളുടെ ടോപ്പ് വ്യൂ, രണ്ടും എക്സ് വൈ ലൈനിന്റെ മുകളിൽ പോയി, റൈറ്റ്? സോ ഇവിടെ എന്ത് വരും? അത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് വ്യൂ റെപ്രസെന്റ് ചെയ്യുന്നതും ടോപ്പ് വ്യൂ റെപ്രസെന്റ് ചെയ്യുന്നതും എന്തായിരിക്കും? റെഫറൻസ് ലൈനിന്റെ മുകളിലായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ I know that there are some little small confusions there in your mind. So just be patient, give me some more time and follow the lecture. Definitely you will understand. Okay, എക്സ് ലൈനിന്റെ മുകളിലായിരിക്കും. ഇനി ഇത് രണ്ടും നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ തേർഡ് ക്വാഡ്രന്റ് ഫോർത്ത് ക്വാഡ്രന്റ് എളുപ്പമാണ്. തേർഡ് ക്വാഡ്രന്റിൽ എന്താണ്? ഇത് നമ്മളുടെ ടോപ്പ് വ്യൂ, ഇത് നമ്മളുടെ എന്താണ്? ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്, ഫസ്റ്റിന്റെ ഓപ്പോസിറ്റ് എഴുതുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരും? ഇത് നമ്മളുടെ എക്സ് വൈ ലൈൻ ആണ്. തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ടോപ്പ് വ്യൂവും താഴെ നമ്മൾ ഫ്രണ്ട് വ്യൂവും വരയ്ക്കും, റൈറ്റ്? അപ്പൊ ഇതിന്റെ നേരെ എന്താണ്? ഫസ്റ്റ് ക്വാഡ്രന്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് തേർഡ് ക്വാഡ്രന്റ്. അതുപോലെ തന്നെ സെക്കൻഡ് ക്വാഡ്രന്റിന് നേരെ ഓപ്പോസിറ്റ് അതുണ്ടോ? ഇത് നമ്മളുടെ ടോപ്പ് വ്യൂ, ഇത് നമ്മളുടെ ഫ്രണ്ട് വ്യൂ. രണ്ടും ഇവിടെ ആയിരിക്കും, താഴെ ആയിരിക്കും, കണ്ടോ? ഇവിടെ നോക്കിയേ, താഴെ ആയിരിക്കും. സോ അങ്ങനെ ആയിരിക്കും രണ്ടും. നമ്മളുടെ എക്സ് വൈ ലൈൻ ഇതാണെങ്കിൽ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും താഴെ. ഓക്കെ, അപ്പം നമ്മളിപ്പോഴും കറക്റ്റ് ആൻസറിലേക്ക് എത്തിയില്ല. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ തൊട്ടടുത്ത സ്ലൈഡിൽ പറയാം. So you just focus on these four principles, procedure. എന്താ? ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ എവിടെ വരയ്ക്കുന്നു, that should be there in your mind. Even if you can't imagine, even if you can't visualize, don't worry. ഇത് മതി, ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി നമുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, സോ മൂവിങ് ഓൺ. നമുക്ക് ഇനി ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഒരു പോയിന്റിനെ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു പോയിന്റിനെ ഇമാജിൻ ചെയ്യാം. സോ യു ഹാവ് എ പോയിന്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എ എന്ന് പറഞ്ഞ പോയിന്റിനെ കിട്ടി, എ ഡാഷ് ഉണ്ട്, എ ഉണ്ട് അല്ലേ? നിങ്ങൾ നോക്കുക. അപ്പം നമ്മൾ ഇതിലൊരു പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ ലൈൻ കിട്ടും നമുക്ക്. ഈ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു? വി ആർ സപ്പോസ് ടു റൊട്ടേറ്റ് ദി എച്ച് പി അല്ലേ? അത് നമ്മളുടെ ഈ കേസിൽ എന്താണ്? പോയിന്റ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി എബോവ് എച്ച് പി ആയിരുന്നു. സെക്കൻഡ് കേസിൽ എന്താണ്? പോയിന്റ് വി പി തന്നെയാണ് കിടക്കുന്നത് അല്ലേ? അത് സ്പേസിലല്ല, ദറ്റ് ഈസ് ടച്ചിങ് ദ വി പി. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ നോക്കിയേ, വി പി ടച്ച് ചെയ്യുമ്പം ഫ്രണ്ട് വ്യൂ വി പി തന്നെ കാണുന്നു, ടോപ്പ് വ്യൂ ഇവിടെ ആയിരിക്കും എക്സ് വൈ ലൈനെ കാണും, കണ്ടോ? നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ഭിത്തിയിൽ, നമ്മുടെ വോളയിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ടോപ്പിൽ നോക്കിയാൽ എന്തായിരിക്കും? ആ റൂമിന്റെ ഫ്ലോറും വോളും കൂടെ ചേരുന്ന ആ ഒരു കോർണറിലായിരിക്കും നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? അതുപോലെ തന്നെ അടുത്ത് നോക്കിയേ, ഒബ്ജക്റ്റിനെയും എച്ച് പി ആണെങ്കിലോ എന്തായിരിക്കും? ഫ്രണ്ട് വ്യൂ എവിടെ ആയിരിക്കും? റെഫറൻസ് ലൈൻ ആയിരിക്കും, കണ്ടോ? ഇനി ഇത് വരയ്ക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയേ, ഇത് കണ്ടോ?
ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ എ ഡാഷ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് വ്യൂ റെഫറൻസ് ലൈനിന്റെ മുകളിലും ടോപ്പ് വ്യൂ റെഫറൻസ് ലൈനിന്റെ താഴെ അല്ലേ. ഫ്രണ്ട് വ്യൂ അബവ് എക്സ് വൈ, ടോപ്പ് വ്യൂ ബിലോ എക്സ് വൈ. നൗ ഇതുണ്ടോ, ഇതേ ക്വസ്റ്റൻ ആകുമ്പോൾ ഇൻ വി പി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റൻ ആവട്ടെ. ഇൻ വി പി ഇൻ എച്ച് പി എന്ന് പറയുന്ന കണ്ടീഷൻ വരുമ്പം എന്താണ് പ്രത്യേകത? അത് റെഫറൻസ് ലൈനിലേക്ക് മാറും. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക നിങ്ങൾ. ഉണ്ടോ? ഇനിയും ഇത് പറയുമ്പോൾ ദർ ക്യാൻ ബി എ കൺഫ്യൂഷൻ. ചെറിയ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും ചിലർക്കെങ്കിലും. സം ഓഫ് യു മൈറ്റ് ഹാവ് എ കൺഫ്യൂഷൻ റൈറ്റ് നൗ. കൺഫ്യൂഷൻ ഇതാണ്, സർ ഇതിപ്പം ഇവിടെ വരച്ചു, ഇത് ഇവിടെയാണോ 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 എന്ന് നമ്മൾ എങ്ങനെ അറിയും? അല്ലെങ്കിൽ അത് എവിടെയാണ് കൃത്യം? വേർ എക്സാക്ട്ലി ഇറ്റ് ഈസ് ലൊക്കേറ്റഡ്? അത് ഇവിടെ ഞാൻ പറഞ്ഞില്ല. അല്ല, ആക്യുറേറ്റ് ആണെങ്കിൽ വി ഹാവ് ടു സ്പെസിഫൈ ഓൾ ദ പോയിന്റ്സ്. സ്പെസിഫൈ ഡിസ്റ്റൻസ്, എവറിത്തിങ് ഷുഡ് ബി പ്രിസൈസ്. ബട്ട് ഹിയർ നമ്മൾ എവിടെ വരയ്ക്കണം എന്നുള്ളത് കാര്യം പറഞ്ഞു, ബട്ട് അതിൻ്റെ ഹൈറ്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. എവിടെ വരയ്ക്കണം, അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യം പഠിക്കേണ്ടത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ വരയ്ക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ടോപ്പ് വ്യൂ, അല്ലെങ്കിൽ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് വി ഹാവ് ടു മാർക്ക് ദ ഡയമെൻഷൻസ്, ഡിസ്റ്റൻസ്. അതാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കുക, ആൻസർ വളരെ സിമ്പിളാണ്. ഇവിടെ നിന്നുള്ള ഹൈറ്റ് ഉണ്ടോ, എബവ് എച്ച് പി എന്ന് പറയുന്ന ഈ ഹൈറ്റ്, ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് 20 mm. say it is 20 mm, right? അങ്ങനാണെങ്കിൽ ഇത് 20 mm ഹൈറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ യു ക്യാൻ സീ ദിസ് 20 mm only when you look from the front. നിങ്ങൾക്ക് ടോപ്പിൽ നോക്കി ഒരിക്കലും 20 mm കാണാൻ പറ്റില്ല, റൈറ്റ്? അപ്പോൾ ഈ 20 mm വരയ്ക്കേണ്ടത് എവിടെയാണ്? റൈറ്റ്, ഇറ്റ് ഹാസ് ടു ബി ഇൻ ദ ഫ്രണ്ട് വ്യൂ. സോ ഇൻ ഷോർട്ട്, ഹൗ ക്യാൻ ഐ കൺക്ലൂഡ്? The distance which are visible in the front view should be drawn on the corresponding side. എന്ന് പറഞ്ഞാൽ ഇവിടെ 20 mm എനിക്ക് കാണാൻ പറ്റുന്നത് ഫ്രണ്ടിൽ കൂടെ നോക്കുമ്പോഴേ ഉള്ളൂ. അപ്പോൾ ആ 20 വരയ്ക്കേണ്ടത് എവിടെയാണ്? ഫ്രണ്ട് വ്യൂവിലാണ്. ദാറ്റ് മീൻസ് ഈ ഹൈറ്റ് എത്രയായിരിക്കണം? 20 ആയിരിക്കണം. സപ്പോസ് ഈ ഡിസ്റ്റൻസ്, ദാറ്റ് മീൻസ് ഇൻ ഫ്രണ്ട് ഓഫ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ 30 mm കാണാൻ എവിടുന്നേ പറ്റത്തുള്ളൂ? ടോപ്പിൽ നിന്നേ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും ഫ്രണ്ടിൽ നോക്കിയാൽ we cannot see the 30 when we look from the front. That means this 30 mm is not visible in the front view. It is visible only in the top. So this 30 mm has to be represented in the top view. So this height will be 30. So draw ചെയ്യുന്ന എങ്ങനെയാണ്? You take a line. Okay, you measure 20 mm from the reference line xy, right? And you mark a point and name it as a dash. Exactly below it, from xy line, measure 30. Okay, you mark the same point as a. So some of you might have another confusion, which is nothing but, sir, ഈ എ ഡാഷും എയും എങ്ങനെയാണ് ഒരേ ലൈനിൽ വരുന്നത്? നിങ്ങൾ ഈ പടം നോക്കിയേ, ഇവിടുത്തെ ഈ പെർപെൻഡിക്കുലാരിറ്റി ആണ്, ഇങ്ങനെയല്ലേ നിൽക്കത്തുള്ളൂ. നിങ്ങൾ ഇതിനെ ഓപ്പൺ ചെയ്യുമെന്ന് സംഭവിക്കും, ഈ പെർപെൻഡിക്കുലാരിറ്റി നേരെ ആയതല്ലേ. സോ അത് അനദർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. എ ഡാഷ് എ വിൽ ലൈ ഓൺ ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ. എ ഡാഷും എയും എപ്പോഴും ഒരേ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും നിൽക്കുന്നത്, ഓൾ ത്രൂ ദി സബ്ജക്ട്. മാറ്റമില്ല, ഇങ്ങനെ പറ്റൂ. So similarly you look at these two questions, you try to practice. Okay, so ഈ ഡിസ്റ്റൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ക്ലിയർ ആണെന്നുണ്ടല്ലോ. അപ്പം ഇവിടെ നമുക്ക് കുറച്ചേറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. സോ ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. യു ടേക്ക് എ നോട്ട് ഓഫ് ദിസ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ വരയ്ക്കാൻ പറ്റുന്നത്? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Okay, what all things can be shown in the front view? Answer is very simple. Above HP, that means the distances that is being stated as 50 mm above HP or below HP, or even inclination with respect to HP. Inclination with respect to HP.
ഇതെല്ലാം ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കിയേ, നിങ്ങളൊരു ക്വാഡ്രൻ്റ് എടുത്തു, ഫസ്റ്റ് ക്വാഡ്രൻ്റ് എടുത്തു, നിങ്ങൾക്ക് ഇവിടെ ലൈൻ ഉണ്ട്, ഈ ലൈൻ HP ആയിട്ട് ഇൻക്ലൈൻഡ് ആണ് തീറ്റ. ഈ ഇൻക്ലിനേഷൻ നിങ്ങൾക്ക് ഏത് വ്യൂവിലേ കാണാൻ പറ്റുള്ളൂ? ഫ്രണ്ട് വ്യൂവിലേ കാണാൻ പറ്റൂ, റൈറ്റ്? അതിനർത്ഥം എന്താണ്? ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു HP, above HP or below HP, all these dimensions can only be seen in the front view. So it has to be in the front view. It has to be represented in the front view. അതുപോലെ തന്നെ ടോപ്പ് വ്യൂ എന്തായിരിക്കും? ഇൻ ഫ്രണ്ട് ഓഫ് VP, അല്ലെ ബിഹൈൻഡ് VP, അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു VP. ഇതെല്ലാം ടോപ്പ് വ്യൂവിലെ വരയ്ക്കാൻ പറ്റും. സോ ഇത് one of the most important point that you should keep in your mind, because this is the area where majority of the students have confusion. നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഈ ഒരു മേഖല ഭയങ്കര കൺഫ്യൂസിങ്. കാരണം എപ്പോഴും നമ്മളൊരു വി ആർ ഇൻ എ ഹറി ബറി, വി വാണ്ട് ടു ഗെറ്റ് ദ സൊല്യൂഷൻ അറ്റ് ദ ഏർലിയസ്റ്റ്. സോ നമ്മൾ കിട്ടുന്ന ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ജനറലൈസ് ചെയ്താകെപ്പാടെ പ്രശ്നമാകും. be calm and be quiet, and what you have to do, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡയമെൻഷൻ, ഇഫ് യു ഹാവ് സം കൺഫ്യൂഷൻ അബൌട്ട് വെയർ ടു റെപ്രസെന്റ് എ പർട്ടിക്കുലർ ഡയമെൻഷൻ, ദ ആൻസർ ഈസ് വെരി സിമ്പിൾ. ഇറ്റ്സ് ഇൻ ദ കോമൺ സെൻസ്. ഇറ്റ്സ് ലൈസ് വിത്ത് യുവർ കോമൺ സെൻസ്. എന്താണ് ആൻസർ? ഈസ് വെരി സിമ്പിൾ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് യു ഒബ്സർവ് ദാറ്റ് ഡയമെൻഷൻ, ഓർ ഏത് വ്യൂവിലാണ് ആ ഡയമെൻഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ആ വ്യൂവിലെ ഡയമെൻഷൻ വരയ്ക്കുക. സോ നിങ്ങൾ സോളിഡിന്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ പറയുകയാണ് എ സോളിഡ് ഇൻക്ലൈൻസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 degree to HP എന്ന് പറഞ്ഞാൽ, ഇത് HP ആണ് എന്ന് പറയുമ്പോൾ HP യിലാണോ കൊണ്ട് വരയ്ക്കേണ്ടത് എന്ന് ചിന്തിക്കരുത് ഒരിക്കലും. യു ഷുഡ് നോട്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. ഇഫ് എ സോളിഡ് ഈസ് ഇൻക്ലൈൻഡ് ടു HP or a line inclines 30 degree with HP, it does not mean that it has to be represented in HP. ഒരിക്കലും അങ്ങനെ റിലേറ്റ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് HP ആയിട്ട് ഇൻക്ലിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് HP വരയ്ക്കണമെന്നല്ല മീനിങ്. പിന്നെന്താണ്? അത് ഏത് വ്യൂവിൽ കാണുന്നു ആ വ്യൂവിൽ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ പേരുകൾ തമ്മിൽ പെട്ടെന്ന് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നത്. സോ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, അത് ഏത് വ്യൂവിലാണ് കാണാൻ പറ്റുന്നത്. യു ഡ്രോ ഇറ്റ് ഇൻ ദാറ്റ് വ്യൂ. അല്ലേ, നിങ്ങളോട് ഇപ്പോൾ ഒരാളുടെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, നിങ്ങൾ ആ പോകുന്ന ഒരാളുടെ ഹൈറ്റ് എത്രയാണ് എന്ന് ചോദിച്ചാൽ, നമുക്ക് ഫ്രണ്ട് വ്യൂവിലാണ് അയാളുടെ ഹൈറ്റ് പറയാൻ പറ്റുക. നോക്കിയാലേ പറയാൻ പറ്റൂ, ശരിയല്ലേ? ടോപ്പിൽ നിന്ന് പോയി നോക്കിയാൽ നമുക്ക് ഒരാളുടെ ഹൈറ്റ് പറയാൻ പറ്റില്ല. അതുപോലെ എത്രേ ഉള്ളൂ. സോ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക, അത് ഏത് വ്യൂവിൽ എനിക്ക് കാണാൻ പറ്റും, ആ വ്യൂവിൽ മാത്രം വരയ്ക്കുക. ഒരു കാരണവശാലും നിങ്ങൾ അത് മാറ്റി. യു ഷുഡ് നോട്ട് ചേഞ്ച് ഇറ്റ് അറ്റ് എനി കോസ്റ്റ്. If you are planning to change it, that means you are doing something wrong, completely wrong. It will completely against the basic fundamentals. ഒരിക്കലും ഒരിടത്തും ഫ്രണ്ട് വ്യൂവിൽ കാണാവുന്ന ഒരു സാധനത്തിനെ കൊണ്ട് താഴെ വരയ്ക്കാൻ അല്ലെങ്കിൽ ടോപ്പ് വ്യൂവിൽ വരയ്ക്കാൻ പറ്റില്ല, വരയ്ക്കാൻ പാടില്ലെന്നുള്ളതാണ്. Okay, so that is the most important thing. So by this I am winding up. So there are a lot of points I have discussed in this class, so which will repeat again and again when we solve different questions. Okay, so please make a note of the important points that we have learned in the class, and see you in the next class with the projection of lines.